ഹായ് ഹലോ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ മുന്നിൽ എന്താണ് ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇതുവരെയായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല. ഇനിയിപ്പോ എന്തായാലും നിങ്ങൾക്ക് ഫുൾ സിലബസ് കവർ ചെയ്ത് പഠിക്കാനുള്ള ഒരു ടൈം നമുക്ക് കിട്ടില്ല. മാത്രമല്ല 100-ൽ 100 ഒന്നും നമുക്ക് കിട്ടാനും പോകുന്നില്ല എന്നൊരു കാര്യം നിങ്ങൾക്കറിയാം. പക്ഷെ നമുക്ക് കുറച്ച് വേണ്ട ടോപ്പിക്സ് മാത്രം സെലക്റ്റീവ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാല് ഈ വരുന്ന ഒരു പ്രിലിംസ് നമുക്ക് എങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നോർമലി സാധാരണയായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിരിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയുടെ ഒക്കെ കട്ട് ഓഫ് ഒക്കെ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു 50 മാർക്കിന്റെ മുകളിൽ, ഞാൻ പറയുവാണെങ്കിൽ ഒരു 55-60 മാർക്ക്, 50-നും 60-നും ഇടയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഫസ്റ്റ് പ്രിലിംസിന്റെ ഫേസ് എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് കിട്ടാനായിട്ട് പറ്റുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ PSCയിലെ നിയമനങ്ങൾ വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെ, അതേപോലെ തന്നെ SBCID, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ ഒട്ടനവധി പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റ ഫേസ് എക്സാം ആണ് നടത്തുന്നത്. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ, എന്താണ്, നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒരുപാട് വേക്കൻസീസും ഒരുപാട് നിയമനങ്ങളും പോകുന്നതാണല്ലേ. അപ്പോ ഏകദേശം ഒരു 4000-ന്റെ അടുത്തോളം നമുക്ക് വേക്കൻസീസും അതുപോലെ അഡ്വൈസ് ഒക്കെ പോകുന്ന ഒരു പോസ്റ്റ് തന്നെയാണ്. അപ്പൊ ഈ ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ഏതൊക്കെ മേഖലകൾ കോൺസെൻട്രേഷൻ ചെയ്താൽ ഹോട്ട് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഈ കഴിഞ്ഞ 5 വർഷത്തെ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന സെറ്റ് ഓഫ് ടോപ്പിക്സ് സെലക്റ്റീവ് ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ഏരിയ ഒരു കാരണം വെച്ചാലും സ്കിപ്പ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ തന്നെ നമുക്കൊരു 50 മാർക്ക് സെറ്റാണ്. അതിൽ നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചു തുടങ്ങിയാലും ഇംഗ്ലീഷും മലയാളവും മാത്സും, ഇംഗ്ലീഷും മലയാളം ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. നിങ്ങൾ ഇപ്പൊ മുതൽ പഠിച്ചു തുടങ്ങിയാൽ ഫുൾ ചാപ്റ്റേഴ്സും അത് പഠിച്ചു പോവുക, അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ എല്ലാ ദിവസവും 4:30 ഡിഗ്രി ലെവലിന്റെ ഹോട്ട് ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ലൈവ് ഡിസ്കഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് അതൊന്നും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് ആ ഒരു ഏരിയ നിങ്ങൾ ഫോക്കസ് ചെയ്യാട്ടോ, ഫോളോ ചെയ്യാം. പിന്നെ അതിൽ തന്നെ സയൻസ് ആൻഡ് ടെക്കിന്റെ ലൈവ് ക്ലാസ്, ഇപ്പൊ സയൻസ് ആൻഡ് ടെക്കിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതിൽ 5 ക്വസ്റ്റ്യൻസ് എന്തായാലും വരും. സയൻസ് ആൻഡ് ടെക്കിന്റെ 5 മാർക്കിന്റെ ചോദ്യം ഷോർട്ട് ആയിട്ട് നമുക്ക് വരും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നത് കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഞാൻ തന്നെയാണ് സയൻസ് ആൻഡ് ടെക്കിന്റെ ക്ലാസ്സസ് ലൈവിൽ എടുക്കുന്നുണ്ട്, അതൊന്ന് ഫോളോ ചെയ്താൽ മതിയാകും കേട്ടോ. പിന്നെയാണ് നമ്മുടെ ബാക്കിയുള്ള ഏരിയാസിൽ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, സിവിക്സ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്സ്, ലിറ്ററേച്ചർ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എല്ലാം കൂടി പഠിക്കാനായിട്ട് ഒരു ടൈം നമുക്ക് കിട്ടില്ല. പക്ഷെ നമുക്ക് സെലക്റ്റീവ് ആയിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു ഏരിയ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് ഓരോന്നും ഒന്ന് പരിശോധിക്കാം അല്ലെ. അപ്പൊ ഫസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനായിട്ട് പോകുന്നത് സിവിക്സ് ആണ്. സിവിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഏരിയാസ് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. നോക്കിക്കേ, RTI, അതുപോലെ തന്നെ ഇന്ത്യൻ സിവിൽ സർവൻസ്, ബ്യൂറോക്രസി, അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് ഗവർണൻസ് സ്കീമുകള്, പോസ്കോ ഇല്ലാത്ത ഒരു എക്സാം പോലും ഉണ്ടാവില്ല. നിങ്ങൾ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും അല്ലെ, ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാലും മസ്റ്റ് ആയിട്ട് അപ്പൊ ഈ ഒരു ടോപ്പിക് നിങ്ങൾ എഴുതി വെച്ചോളൂ. ഈ ടോപ്പിക്സ് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ കവർ ചെയ്യുക. ഇനി അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെന്റ്മെന്റ്സ് ഏറ്റവും കൂടുതൽ 42 നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ഒരു ഏരിയ ആണ് അല്ലെ. 42, 44, അതുപോലെ തന്നെ 73, അതേപോലെ തന്നെ 74-ാമത്തെ അമെന്റ്മെന്റ്, 106-ാമത്തെ അമെന്റ്മെന്റ്. അപ്പൊ ഇത്രയും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അമെന്റ്മെന്റുകളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഇലക്ഷൻ റിലേറ്റഡ് ടോപ്പിക്സ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഇലക്ഷൻ കമ്മീഷൻ, പഞ്ചായത്ത് രാജ്, ഇതൊക്കെ മസ്റ്റ് ആയിട്ട്, എസ്പെഷ്യലി ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിപ്പോ റീസെന്റ് ആയിട്ട് ഇലക്ഷൻ ഒക്കെ വരാൻ പോവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ എന്ത് ചെയ്യാൻ പാടില്ല, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത്രയും ടോപ്പിക്സ് എന്ത് ചെയ്യണം, നമ്മൾ മസ്റ്റ് ആയിട്ടും എക്സാമിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. ഇനി അടുത്തതായിട്ട് ജോഗ്രഫി. ജോഗ്രഫിയിൽ തന്നെ നമുക്ക് കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി എന്ന് ഡിവൈഡ് ചെയ്യാം. എല്ലാത്തിനും കൂടെ നമുക്ക് 5 മാർക്സ് ആണ് വരുന്നത്. പക്ഷെ എങ്കിൽ പോലും ഉറപ്പ് ഞാൻ പറയുന്നു, വെസ്റ്റേൺ ഗട്ട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഒരു ചോദ്യം എന്തായാലും ജോഗ്രഫിയിൽ വരും. അത് ഇന്ത്യൻ ജോഗ്രഫിയിൽ വരാം, കേരള ജോഗ്രഫിയിൽ വരാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദ്യം വരാം. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാക്കുക, വെറുതെ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കാതെ
ഒരു ജോഗ്രഫിയിലെ ടേംസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും മനസ്സിലാക്കി പഠിച്ചു പോവുകയാണെങ്കിൽ അത് നിങ്ങളുടെ മെമ്മറിയിൽ നിൽക്കാനായിട്ട് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നദികള്, അതുപോലെ തന്നെ കറണ്ട് അഫേഴ്സ്, ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത് ഇത് തന്നെയാണ്. കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന എന്തെങ്കിലും ഇഷ്യൂസോ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നദികൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് നോക്കുക, നമ്മുടെ വെസ്റ്റേൺ ഘട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, വെസ്റ്റേൺ ഘട്ട് കേരള ഇന്ത്യയോട് കണക്ട് ചെയ്ത് വേണം കേട്ടോ നോക്കാനായിട്ടുള്ളത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് ഷുവർ ആണ് ഹിമാലയം നദികളും പെനിൻസുലാർ നദികളും നദികളുടെ ഉത്ഭവം, അതുപോലെ തന്നെ നദികളുടെ എന്താ പറയുന്നത് നമ്മുടെ ട്രിബ്യൂട്ടറീസ്, പിന്നെ നമുക്ക് റീസെന്റ് ആയിട്ട് വരുന്ന കറണ്ട് അഫേഴ്സ്, നമ്മുടെ ബ്രിഡ്ജുമായി ബന്ധപ്പെട്ട ഓരോ നദികളിലെ ബ്രിഡ്ജ് എക്രോസ് ഏതൊക്കെ നദികൾക്കാണ് വന്നിരിക്കുന്നത്, പിന്നെ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ കവർ ചെയ്യണം. ഇനി അതുപോലെ തന്നെ നോർത്തേൺ മൗണ്ടൻ റേഞ്ചസ്, അത് ഒരു കാരണവശാലും മസ്റ്റ് എന്താക്കാൻ പാടില്ല, കളയാൻ പാടില്ല. നമ്മളുടെ ഹിമാലയൻ മൗണ്ടൻസും അതുപോലെ ഈസ്റ്റേൺ ഗട്ട്സ്, വെസ്റ്റേൺ ഗട്ട്സ്, പിന്നെ നമ്മളുടെ എന്താണ് ഹിമാലയ ഏരിയാസ്, അത് മസ്റ്റ് ആയിട്ട് നോർത്തേൺ മൗണ്ടൻസ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇനി വേൾഡ് ജോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ +2 ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്താൽ മതി, ഈ രണ്ടും ഏരിയാസും നോക്കിയാൽ മതി. ഇതിൽ തന്നെ എർത്തിന്റെ സ്ട്രക്ചർ വരും, റോക്സ്, മിനറൽസ്, അറ്റ്മോസ്ഫിയർ. അപ്പൊ അതിൽ നമുക്ക് അതുപോലെ വിൻഡ് കേട്ടോ, പശ്ചിമവാദങ്ങളൊക്കെ, അതൊക്കെ ഒന്ന് നോക്കിക്കൊള്ളുക. അതിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പൊ ഇത്ര ഏരിയ ആണ് നമുക്ക് ജോഗ്രഫിയിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് 10 മാർക്ക് വരുന്നതാണ് നമ്മളുടെ ഹിസ്റ്ററി പാർട്ട്. ഹിസ്റ്ററി പാർട്ടിൽ നമുക്ക് കേരള ഹിസ്റ്ററിയിൽ യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത് ഡച്ചിനെയും കൂട്ടിയിട്ടും പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടുമാണ്. ഓക്കെ, അപ്പം ഒരു കാരണവശാലും ബ്രിട്ടീഷുകാർ ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട് ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പോർച്ചുഗീസും വൈസ്രോയ്സും അവരുടെ നിർമ്മാണങ്ങളും അവരുടെ കോൺട്രിബ്യൂഷൻസും ഒക്കെ മസ്റ്റായിട്ട് നോക്കണം. ഇനി അതുപോലെ കേരള ഹിസ്റ്ററിയിൽ ട്രാവൻകൂർ റോയൽ, അതിൽ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നതാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെ, ട്രാവൻകൂർ ശില്പി എന്നറിയപ്പെടുന്ന മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അതേപോലെ തന്നെ സ്വാതി തിരുനാള്, പിന്നെ നമ്മുടെ ഗൗരി ലക്ഷ്മി ഭായ്, നമ്മുടെ അടിമക്കച്ചവടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, പിന്നെ സ്വാതി തിരുനാളാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കേണ്ടത്. അതിന്റെ കൂടെ ചിത്തിര തിരുനാൾ കൂടി നോക്കി വെക്കുക കേട്ടോ, ശ്രീ ചിത്തിര തിരുനാൾ കൂടി നോക്കി വെക്കണം. ലാസ്റ്റ് വന്നതുകൊണ്ട് തന്നെ ഹിസ്റ്ററിയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് അദ്ദേഹത്തിനുണ്ട്. ഇനി അതുപോലെ ഐക്യ കേരള ഷുവർ ആയിട്ട് നോക്കണം, ഒരു കാരണവശാലും നോക്കാതിരിക്കരുത്. പിന്നെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ 1857 റിവോൾട്ടിലെ ഒരു ചോദ്യം എന്തായാലും ഉണ്ടാകും. പിന്നെ നമ്മുടെ ആ ഒരു വർഷം അനുസരിച്ച് നിങ്ങൾ ടൈം ലൈൻ എങ്കിലും ഒന്ന് നോക്കി വെക്കണം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചില്ലെങ്കിൽ ഓരോന്നിന്റെ ടൈം ലൈനും ഓരോ ഇൻസിഡൻസ് നടന്നിട്ടില്ലേ അതൊന്നും മസ്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ നോക്കി വെക്കണം. പിന്നെ സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ്, അത് എന്തായാലും നോക്കുക. ഓരോ റിഫോം മൂവ്മെന്റ്സ് ഒക്കെ ജസ്റ്റ് നോക്കി വെക്കുക. അത് ആരുടേതായിരുന്നു, നേതാക്കള്, വർഷം ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെക്കുക കേട്ടോ. പിന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ, അമേരിക്കൻ റെവല്യൂഷൻ, ചൈനീസ്, ഇത് എന്തായാലും നമുക്കൊരു ചോദ്യം ഉണ്ടാവും കേട്ടോ. മസ്റ്റായിട്ട് ഫ്രഞ്ച് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് വരുന്ന ഫ്രഞ്ചും റഷ്യനാണ് കേട്ടോ. റഷ്യൻ, അമേരിക്ക എല്ലാം നോക്കുക. അപ്പൊ ഇതിൽ മസ്റ്റായിട്ട് നിങ്ങൾ കവർ ചെയ്തിരിക്കുക. ഇത്രയും ഏരിയാസ് തന്നെ നിങ്ങൾ മൊത്തവും നോക്കാൻ ടൈം ഇല്ലെങ്കിൽ പോലും ഇത്ര ഏരിയാസ് എങ്കിലും എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നിങ്ങൾ കവർ ചെയ്ത് പോകണം. ഇനി അടുത്തത് എക്കണോമിക്സ്. ഒരു കാര്യമില്ല, ഏത് ചോദ്യ പേപ്പർ നോക്കിയാലും നാഷണൽ ഇൻകത്തെ കുറിച്ച് ചോദ്യം ഇല്ലാത്ത ഒരു ചോദ്യ പേപ്പർ അവിടെ ഇല്ല. അതുപോലെ GDP, ഇപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ പോലും അതിനകത്ത് GDPയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. GDP ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ ആണ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി GST, അതുപോലെ ബഡ്ജറ്റ്, റീസെന്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് നോക്കുക കേട്ടോ. അതുപോലെ എക്കണോമിക് റാങ്കിങ് സ്കീംസ്, എന്തായാലും 5 മാർക്ക് എക്കണോമിക്സിന് വരും. അപ്പൊ ഇത്ര ഏരിയാസ് എന്ത് ചെയ്യുക, നമ്മൾ മസ്റ്റായിട്ടും നോക്കാം. പിന്നെ ആർട്സ് സ്പോർട്സിനകത്തൊക്കെ യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള പ്രധാന കലാരൂപങ്ങൾ കേരളവുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാം. പിന്നെ സ്പോർട്സിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ള ഏരിയാസും അതുപോലെ കറണ്ട് അഫേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. പിന്നെ ഏറ്റവും കൂടുതൽ പെൻ നെയിംസ്, തൂലികാ നാമങ്ങളും, മലയാളം സിനിമ നാഷണൽ അവാർഡ്സും അതുപോലെ ജ്ഞാനപീഠം അവാർഡ്സും, അതെന്തായാലും നോക്കണം. അതിൽ നിന്ന് എന്താണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കും, ഞാൻ ഈ പറയുന്ന ഡിഗ്രി ലെവലിന്റെ ഒരു റീസെന്റ് ആയിട്ട് നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങൾക്ക്, ഞാൻ പറയുന്ന മാത്രം നോക്കണ്ട, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡെഫിനറ്റ്ലി ഒന്ന് നോക്കാം. ഞാൻ ഈ പറയും പോലെ ഏതെങ്കിലും ഏരിയാസ് അതിനകത്ത് ഇല്ലാത്തതുണ്ടോ എന്നൊന്ന് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് IT ആണ്. അതിൽ IT ആക്ടുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. പിന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ടെക്നോളജിയാണ് ISROയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ്. ഇപ്പൊ നമ്മുടെ യുദ്ധമൊക്കെ നടക്കുന്നത് കൊണ്ട് അപ്പൊ അതിന്റെ ഓരോ നമ്മുടെ വെപ്പൺസും അതുപോലെ റോക്കറ്റ്സും മിസൈലുകളുടെ ഒക്കെ പേരൊന്ന് സുപരിചിതമായിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇത്രയും ഏരിയാസ് എന്ത് ചെയ്യുക, നിങ്ങൾ മസ്റ്റായിട്ടും കവർ ചെയ്ത് നോക്കിയിരിക്കുക. ഇനി ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ പറഞ്ഞിരിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് മാത്രമാക്കി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് കൊണ്ടുവരുന്നുണ്ട്.
ക്രാഷ് കോഴ്സിന്റെ പ്രത്യേകത ഹോട്ട് ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാനുള്ള ടൈം നമുക്കില്ല. അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഡിസ്കഷൻസും എല്ലാ ദിവസവും നമ്മൾ ലൈവായിട്ട് തന്നെ ഡിഫറെൻറ്റ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള എക്സാമിന് എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കോർത്തിണക്കിക്കൊണ്ട് ലൈവ് സെഷൻസ് ഉണ്ടാകും. അതുപോലെ മോക്ക് ടെസ്റ്റുകൾ പ്ലസ് OMR ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. OMR ബുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അതനുസരിച്ചിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. ദെൻ മാക്സിമം ആയിട്ട് ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് സീരീസും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ അറിയാനായിട്ട് നമ്മൾ PYQ വിത്ത് PYQ ആണ് പറയുന്നത്. ഹോട്ട് ടോപ്പിക്സ് ആണ് വിത്ത് PYQ ആണ് പറയുന്നത്. 1499 ആണ് നമ്മുടെ കോഴ്സ് ഫീ. പഠിക്കാൻ തയ്യാറായിട്ടുള്ളവർ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. ആരും വെറുതെ ജോയിൻ ചെയ്യണമെന്നില്ല. സമയം എടുത്ത് പഠിക്കാൻ തയ്യാറായിട്ടുള്ളവരാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിലേക്ക് വരിക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. താഴെ കാണുന്ന ഈ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ധൈര്യമായിട്ട് ക്വാളിറ്റി, നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള സിലബസ് ഞാൻ പറയുന്നേ ഇല്ല. നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സ് ബേസ് ചെയ്തിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ടും അതുപോലെ ക്ലാസ്സും ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഓവർലോഡ് ഒന്നും തരുന്നില്ല. പഠിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം ഇങ്ങോട്ട് വരിക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഈ ഒരു തീരുമാനമാണ് നിങ്ങളുടെ നാളത്തെ ഭാവി എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക് യു.